അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബീഫ് മസാലപ്പൊടി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. സാധാരണ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷേ ഇതിലേക്കൊരു സ്പെഷ്യൽ ചേരുവ ചേർത്തിട്ടാണ് ഈ ഒരു പൊടി തയ്യാറാക്കുന്നത്. അത് നിങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ, ഇത് ചേർത്തിട്ടാണോ നമ്മൾ ഈ ഒരു മസാലപ്പൊടി തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ കണ്ടു നോക്കൂ, സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള മസാലപ്പൊടിൻ്റെ റെസിപ്പി തന്നെ കിട്ടും. പിന്നെ ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് ബീഫ് ഫ്രൈയോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ. രുചി മണമൊക്കെ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഇഷ്ടപ്പെട്ടാണെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. ഇറച്ചി മസാലപ്പൊടി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കൊത്തമല്ലിയാണ്. അതിന് അളവ് എടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂണിൻ്റെ കണക്കാക്കിയിട്ടുള്ള അളവിലാണ് ഇവിടെ എടുക്കുന്നത്. അങ്ങനത്തെ 5 ടേബിൾ സ്പൂണ് കൊത്തമല്ലി ഇവിടെ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത കൊത്തമല്ലിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കണം ഇത് എടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് ഗ്രാമ്പുമാണ്. 5 ഗ്രാമ്പു ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് കണക്കാക്കിയിട്ടുള്ള പെരിഞ്ചീരകം, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മില്ലിലൊക്കെ പിന്നെ കൊടുത്തിട്ട് പൊടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കുന്നതുകൊണ്ടാണ് കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് എടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് കണക്കാക്കിയിട്ടുള്ള കുരുമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പട്ടാണ്, ചെറിയൊരു പട്ടാണ് എടുത്തത്, ഒരു വലുതൊന്നും എടുക്കല്ലേ, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഒക്കെ കുറച്ച് എടുക്കുക. പിന്നെ വേണ്ടത് സ്റ്റാറാണ്, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഏലക്കായാണ്, ഒരു 4 ഏലക്കായ അത്ര മതി കേട്ടോ. 5 ടേബിൾ സ്പൂണ് കൊത്തമല്ലിക്ക് ഇത്ര മതി. ഇനി നമുക്കിതിലേക്കുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ ഞാനിവിടേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അയമോദകം. ഇതൊരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെ നമ്മുടെ ഈ ഒരു മസാലപ്പൊടിക്ക് തരും കേട്ടോ. അത് കുറേയൊന്നും എടുക്കരുതേ, കുറച്ച് എടുത്താൽ മതി. നല്ലതാണിത്. നമുക്കിങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വയറുവേദന കാര്യങ്ങൾ ഒന്നും വരുന്നില്ല. പിന്നെ രുചി മണമൊക്കെ കൂടും അയമോദകം ചേർത്ത് കൊടുത്താൽ. സാധാരണ ആരും ചേർക്കാത്തൊരു കാര്യമാണ്, പക്ഷേ ഞാൻ പൊടിക്കുന്ന സമയത്ത് അങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട്. ആദ്യം ഒന്ന് നോക്കി കയ്പ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല ഫ്ലേവറും നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല ഈ ഒരു അയമോദകം ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം. ബാക്കി എല്ലാം കുറച്ചാണ് ഇട്ട് കൊടുത്തത്. അയമോദകം കുറച്ചാണ് എടുത്തത്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അത്രേ വരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മല്ലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുള്ളൂ ഞാനിവിടെ പൊടിച്ച് കാണിച്ചു തരുന്നത്. ഒരുപാട് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് മില്ലിലൊക്കെ കൊടുത്തിട്ട് പൊടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോഴും മല്ലി കൂടുതലെടുക്കുക, കുരുമുളക് കൂടുതലെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നത് എല്ലാം കുറച്ചുകൂടെ അധികം എടുത്തിട്ട് അങ്ങനെ പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിത് ചൂടോടെ തന്നെ മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടെടുക്കാം. കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് പൊടിഞ്ഞ് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. കല്ലുപ്പാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇതാണ്ടേ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാലേ നല്ലൊരു മണം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഏലക്കായും അയമോദകമൊക്കെ ചേർത്തിട്ട് പൊടിച്ചതല്ലേ. ഇനി നമുക്കിതൊരു ബൗളിലോട്ടേക്ക് ഇട്ട് വെക്കാം. ചൂട് തണിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ബോട്ടിലോട്ടേക്ക് അങ്ങനെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏതാണ്ട് നല്ലൊരു ഇറച്ചി മസാല തന്നെയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഈ കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് ഇവിടെ കാണിച്ച് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പൊടി വെച്ചിട്ട് ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 3 വലിയുള്ളി, വലിയൊരു തക്കാളി, വെള്ളുള്ളിയൊക്കെ ഇതിലോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി എടുക്കാം. അപ്പം നല്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ ഇവിടെ എടുത്തത്. കുറച്ച് നെയ്യൊക്കെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ബീഫാണ്. കുറച്ച് നെയ്യൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നെയ്യുള്ള ബീഫൊക്കെ ആകുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ട് അങ്ങനത്തെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് ചുമ്മാ കുഴച്ചിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതാണ്ട് ഉള്ളി കട്ട് ചെയ്തതും വെള്ളുള്ളി ചതച്ചതും തക്കാളിയും ബീഫും എല്ലാം കൂടിയിട്ട് കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബീഫ് കറി വെക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അത് വരട്ടിയതാണെങ്കിലോ പിന്നെ കറിയാണെങ്കിലോ ഒക്കെ നല്ല എളുപ്പമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നല്ല ഇതേപോലെ രുചിയുള്ളൊരു മസാലപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട ടേസ്റ്റ്. അപ്പോൾ എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ പുതിന ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ എന്തൊക്കെ ഇതിലേക്ക് ചേർക്കണം എന്നുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഇറച്ചി മസാലപ്പൊടി അത് 2 ടേബിൾ സ്പൂൺ അത്രത്തോളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ലൊരു രുചിയും മണമൊക്കെ നമുക്ക് കിട്ടുള്ളൂ.
കാരണം ബീഫ് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തത്. ഇനി ഇത് നമുക്ക് ശരിക്കും ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. കൈ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കാശ്മീരി മുളകും പൊടി വേണം, അത് 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ നിങ്ങളുടെ കളറിനനുസരിച്ചിട്ട് എടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് വേവിക്കാനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടട്ടെ. ഇനി നമുക്ക് ആ ഒരു പൊടി ഉണ്ടല്ലോ അത് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ എടുത്ത് വെക്കട്ടോ. ഇപ്പോൾ ഈ ഒരു പൊടി ഒരു 2-3 തവണ ബീഫ് ഉണ്ടാക്കാനേ ഉള്ളൂ കേട്ടോ, കുറേയൊന്നുമില്ല, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇതാണ്ട് ഒരു 3 വിസിൽ 4 വിസിൽ അത്ര മതി, ബീഫ് പെട്ടെന്ന് വേവ് കേട്ടോ. കാരണം അത് ഇളയ ബീഫാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വെന്ത് വന്നത്. അപ്പോൾ ഇത് ഒരുപാട് വെള്ളമായിട്ടുള്ള കറിയല്ല, കുറച്ച് കുറുകിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രുചിയാണ്, പത്തിരിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ, പത്തിരിയോ പൊറാട്ട എന്ത് വേണമെങ്കിലും പൊളിയാണ് കേട്ടോ. അപ്പോൾ അത് ഇനി വറ്റിക്കണമെങ്കിൽ വീണ്ടും വറ്റിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ മതിയെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ നെയ്യുള്ള പീസാണ് ഞാനിപ്പോഴും എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പീസ്, നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോഴിത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. ചിലർ പറയും ഇത്ര നെയ്യുള്ളതൊക്കെ കഴിക്കണോ, കൊളസ്ട്രോളൊക്കെ വരുമെന്നൊക്കെ ഉള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതാണ്ട് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കറിക്ക് ഒന്നുകൂടെ രുചി കൂട്ടാനായിട്ട് ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ സംഭവം സെറ്റായി കേട്ടോ. അന്നത്തെ ദിവസം നെയ്ച്ചോറായിരുന്നു ഞാനിവിടെ ഉണ്ടാക്കിയത്. നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ഒരു ബീഫ് കറിയും കൂട്ടിയിട്ടൊന്ന് കഴിക്കട്ടെ കേട്ടോ. സൈഡിൽ കുറച്ച് പരിപ്പിൻ്റെ ഉപ്പേരി ആ രീതിക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പൊടി വെച്ചിട്ട് ബീഫ് കറി മാത്രമല്ല കേട്ടോ, ബീഫ് വരട്ടിയത്, ബീഫ് ഫ്രൈ, ബീഫ് കൊണ്ട് എന്ത് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ രുചി മുൻപന്തിയിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ ചേരുവ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അയമോദകമാണ് കേട്ടോ. ഈ ഒരു രുചിയൊക്കെ മുൻപന്തിയിൽ നിൽക്കാനായിട്ട് തന്നെ ഒരുപാട് എടുത്തിടല്ല കേട്ടോ, ഞാൻ പറഞ്ഞ അതേ അളവിലിടുക. പിന്നെ നിങ്ങൾ മല്ലിയൊക്കെ എടുക്കുമ്പോൾ അധികം എടുക്കുകയാണെങ്കിൽ അയമോദകത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂടുതൽ എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ തയ്യാറാക്കി നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ പല രീതിയിലുള്ള മസാലപ്പൊടികളുടെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണും, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. ഒരേ രുചിയിലും ഒരേ മണത്തിലും കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിലേ വ്യത്യസ്ത രീതിയിലുള്ള മസാലപ്പൊടികൾ ട്രൈ ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള മസാലപ്പൊടി വേണമെങ്കിൽ അഭിപ്രായം അതുപോലെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് വ്യത്യസ്ത രീതിയിലുള്ള മസാലപ്പൊടികൾ തയ്യാറാക്കുക, വ്യത്യസ്ത രുചിയിലുള്ള ഭക്ഷണം ദിവസം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പം വ്യത്യസ്തത വേണമെന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ തയ്യാറാക്കി കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ. ബായ്, അസ്സലാമു അലൈക്കും.